പ്രൈസ് ദി ലോർഡ്. 38 വർഷത്തെ സുദീർഘമായ ഒരു കാത്തിരിപ്പിന്റെ കാലയളവാണ് ബെഥേസ്ദ എന്ന കുളക്കരയിൽ കിടക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ സിംഹഭാഗവും പ്രതീക്ഷയോടെ കുളം കലക്കുമ്പോൾ ഇറങ്ങാൻ കഴിയുമെന്ന് കാത്തിരിക്കുന്ന ഒരു വ്യക്തി. ഓരോ പ്രാവശ്യവും ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഇവന് കലക്കുന്നത് കാണാം, പക്ഷെ ഇറങ്ങാൻ കഴിയുന്നില്ല. ജീവിതം അവിടം കൊണ്ട് അങ്ങനെ അവസാനിക്കും എന്ന് നിശ്ചയിച്ച് വെച്ച് സമയങ്ങളിൽ യേശുവിന്റെ സാമീപ്യം അവന്റെ അടുക്കിലേക്ക് വരികയാണ്. അനേകം ആളുകൾ പ്രതീക്ഷയോടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഇവന്റെ അടുക്കലേക്ക് മാത്രം യേശു വന്നെങ്കിൽ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന ചില എൻകൗണ്ടറുകൾ യേശുവുമായി സംഭവിക്കട്ടെ. ഇനിയൊരു ദൂതന്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ല, യേശു ക്രിസ്തു തന്നെ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ ഒരു പരിഹാരം തരുന്ന അനുഭവത്തിലേക്ക് സാഹചര്യങ്ങൾ മാറട്ടെ. യേശുവുമായി ഒരു വ്യക്തിക്ക് എൻകൗണ്ടർ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ മാറും എന്നുള്ളതല്ല, അവന്റെ ജീവിതം മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 38 വർഷത്തെ പരാജയത്തിന്റെ അധ്യായങ്ങളെ കീറിക്കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പുതിയ സീസണ് തുടക്കം കുറിക്കുകയാണ്. കാലപ്പഴക്കത്തിന്റെ കണക്കുകൾ പൊളിച്ചെഴുതി ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം തുറക്കട്ടെ. ലോകം പറയും ഇനി നിങ്ങൾ എഴുന്നേൽക്കുകയില്ലെന്ന്, യേശു പറയും ഇനി നീ ഇവിടെ കിടക്കുകയില്ലെന്ന്. ലോകം പറയും നിങ്ങളുടെ ലൈഫ് ഇവിടെ ഒടുങ്ങുമെന്ന്, എന്ന് യേശു പറയും ഇത് ഒടുക്കമല്ല, ചിലതിന്റെ തുടക്കമാക്കി ഞാൻ മാറ്റുമെന്ന്. ഇനി തകർച്ചയല്ല, ഉയർച്ചകളുടെ ആരംഭമാണ്. കഷ്ടപ്പെട്ട് കിടക്കാനല്ല, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുന്നേറ്റ് കൂടെ നടക്കാൻ. തളർന്നു കിടക്കാനല്ല, ജീവിക്കുന്ന സാക്ഷിയായി ചിലതിനെ പിടിച്ചെടുക്കാൻ. നിന്ദിക്കപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് ചിലതിനെ കീഴടക്കാൻ. നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ചില എൻകൗണ്ടറുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ഇത് നിങ്ങളുടെ ഒടുക്കമല്ല, പ്രതീക്ഷ ഉണർത്തുന്ന ചില തുടക്കങ്ങളായി മാറട്ടെ. എവിടെ പരാജയപ്പെട്ടു അവിടെ മാനിക്കപ്പെടുന്ന അനുഭവങ്ങളിലേക്ക്, എവിടെ തകർക്കപ്പെട്ടു അവിടെ നിന്ന് ഉയർന്നു വരുന്ന അനുഭവങ്ങളിലേക്ക്, നിങ്ങൾ എഴുന്നേൽക്കുകയില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നിങ്ങളെ കുതിച്ചെഴുന്നേൽപ്പിച്ച് അവനോടുകൂടി ഓടത്തക്ക രീതിയിലേക്ക് സാഹചര്യത്തെ മാറ്റുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം അനുഭവങ്ങളെ തിരിക്കട്ടെ. ഇനി നിങ്ങൾ തളർന്നു കിടക്കുകയില്ല, നിങ്ങൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ആരൊക്കെ എതിർ നിന്നാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, യേശുവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിടുതലിന് ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും തടസ്സം നിൽക്കാൻ പറ്റുകയില്ല. കാരണം നാളെ ആശയറ്റുഴലുന്ന ഇതുപോലെയുള്ള 100 കണക്കിന് ആളുകളെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ദൗത്യം നിങ്ങളുടെ മേൽ ദൈവം തരുന്നത് കൊണ്ടാണ്. പ്രാർത്ഥനയോടെ കാത്തിരിക്കൂ. പ്രതീക്ഷയുടെ പുതിയ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറന്നു തരട്ടെ.